കഴിഞ്ഞ ദിവസം നിങ്ങൾ ഒരുവിധം ആൾക്കാരെല്ലാം സോഷ്യൽ മീഡിയയിൽ കൂടെയും പത്രങ്ങളിൽ കൂടെയും ഒരു വാർത്ത കണ്ടിട്ടുണ്ടാവും. അതായത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അഥവാ IMA കേരളത്തിലെ ജൂനിയർ ഡോക്ടേഴ്സിൻ്റെ സാലറിയെ പറ്റി ഒരു പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അവർ പറയുന്നത് മെജോറിറ്റി ആൾക്കാർക്കും ഒരു മാസം 50,000 രൂപ പോലും സാലറി കിട്ടാത്ത ആൾക്കാരാണ് കൂടുതൽ എന്ന് പറഞ്ഞൊരു സ്റ്റഡി നടത്തിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ ഈ ഒരു വാർത്ത എൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം ഹാൻഡിലിൽ കഴിഞ്ഞ ദിവസം ജസ്റ്റ് ഞാൻ കാഷ്വലി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയും ജസ്റ്റ് ചുമ്മാ ഒരു തോട്ട് അറിയാൻ, നമ്മൾ ഓരോ ആൾക്കാരുടെയും ചിന്താഗതി ഓരോ രീതിയിലാണല്ലോ. സോ ഞാൻ ആ ഒരു പോസ്റ്റ് ഇട്ടതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് 1-2 കമൻറ്റ്സ് വന്നത് ഞാൻ ഇനിഷ്യലി വിചാരിച്ചു അതിന് റിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, കളഞ്ഞേക്കാം എന്ന് വെച്ചു. പിന്നെ ആലോചിച്ചപ്പോൾ തോന്നി അത് മെജോറിറ്റി ആൾക്കാരുടെ മനസ്സിലൊരു ചിന്താഗതി ആയിരിക്കും എന്ന് ഓർത്തിട്ടാണ് അതിന് ഒരു ബ്രോഡ്ലി ഒരു റിപ്ലൈ ആയിട്ട് പറയണമെന്ന് ആഗ്രഹിച്ചത്. അതായത് നമ്മൾ MBBS ഡോക്ടേഴ്സ് MBBS കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രധാനമായിട്ട് 2 രീതിയിലാണ് ആൾക്കാർ വർക്ക് ചെയ്യുന്നത്. ഒന്നുകിൽ അവർ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ജൂനിയർ റെസിഡൻറ്റ് അഥവാ ജൂനിയർ ഡോക്ടേഴ്സായിട്ട് വർക്ക് ചെയ്യും. അതൊരു കൺസൾട്ടൻ്റ് അണ്ടറിലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. സോ അവർക്ക് പല രീതിയിലായിരിക്കും, ചിലപ്പോൾ സൂപ്പർ സ്പെഷ്യാലിറ്റിയിലായിരിക്കും കൂടുതൽ, ന്യൂറോളജി, കാർഡിയോളജി, നെഫ്രോളജി അല്ലെങ്കിൽ ICU ഇൻറ്റൻസീവ്സിൻ്റെ അണ്ടറിൽ അങ്ങനെയൊക്കെ ആയിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. പലപ്പോഴും അവരുടെ ഒരു വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് 24 hours. ഇന്ന് രാവിലെ ഞാൻ കയറുന്നു, അടുത്ത രാവിലെ 8 മണിക്കായിരിക്കും ഇറക്കുന്നുണ്ടാവുക. 8 മണിക്കാണ് ഇറങ്ങാൻ പറ്റുന്നതെന്ന് ടെക്നിക്കലി പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ 8 മണിക്ക് ഇറങ്ങാൻ പറ്റുന്ന വരില്ല. പലപ്പോഴും ഉച്ചയാവാം അല്ലെങ്കിൽ 11 മണിയാവും. നമ്മുടെ ഡ്യൂട്ടി ഓൾമോസ്റ്റ് നമുക്ക് തീർത്തതിന് ശേഷം പലപ്പോഴും ഇറങ്ങാറുള്ളൂ. സോ ടെക്നിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഒരു മാസത്തിൽ ഓൾമോസ്റ്റ് 15 days ആണ് അവർക്ക് വർക്ക് ചെയ്യേണ്ടി വരിക. പക്ഷേ ഈ 15 days വർക്ക് ചെയ്യുന്ന ഈ ഒരു ജൂനിയർ ഡോക്ടർക്ക് ഹോസ്പിറ്റൽസ് കൊടുക്കുന്ന സാലറി എന്ന് പറഞ്ഞാൽ പലപ്പോഴും 45,000 50,000 ഒക്കെയാണ്. മാക്സിമം ഒരു 55,000 ഒക്കെ കൊടുത്തെന്ന് വിചാരിക്കും. ഇതിനകത്ത് ഈ 55,000-ൽ 10% ടാക്സ് കിട്ടിയും. സോ ഇപ്പോൾ 55,000 ആണ് സാലറി എങ്കിലും അവരുടെ കയ്യിൽ കിട്ടുന്നത് 50,000 രൂപയായിരിക്കും. സോ ഇങ്ങനെ JRമാരായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർ. 2, നിങ്ങൾ പലപ്പോഴും കാഷ്വാലിറ്റിയിൽ പോകുമ്പോൾ അവിടുത്തെ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസേഴ്സായിട്ടായിരിക്കും മറ്റൊരു കൂട്ടം MBBS ഡോക്ടേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ കാഷ്വാലിറ്റി കാണുന്നൊരു സിനാരിയോ ഞാൻ പറഞ്ഞത്, നിങ്ങൾ അഥവാ ഒരു ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റി പോകുന്നു നോക്കുക. ഒരു ഡോക്ടർ നിങ്ങളെ എക്സാമിൻ ചെയ്യാൻ ഒരു മിനിമം ഒരു 10 മിനിറ്റ് എടുത്താൽ 1 മണിക്കൂറിൽ നമുക്കറിയാം ഏകദേശം 6 പേഷ്യൻസിനെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഒരു ക്ലിനിക്കിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പലപ്പോഴും അവർ നിങ്ങളുടെ കയ്യിൽ നിന്ന് കൺസൾട്ടേഷൻ ഫീസ് മേടിക്കുന്നത് ഒന്നുകിൽ ഏറ്റവും കുറഞ്ഞ 100 രൂപയെങ്കിലും മേടിക്കും. സോ 10 മിനിറ്റ് വെച്ചിട്ട് 6 പേരെ 1 മണിക്കൂറിൽ നോക്കിയാൽ നമ്മുടെ കണക്കനുസരിച്ച് 6 പേഷ്യൻസിൻ്റെ മണിക്കൂറിൽ 600 രൂപ ഡോക്ടർക്ക് കിട്ടുമെന്നായിരിക്കും നിങ്ങൾ പലരും കരുതുന്നുണ്ട്. പക്ഷേ അതല്ല അവിടെ യാഥാർത്ഥ്യം. പലപ്പോഴും ഡോക്ടേഴ്സിന് കിട്ടുന്നത് 250 അല്ലെങ്കിൽ പരമാവധി 300 രൂപയാണ് കിട്ടുന്നുണ്ടാവുക. പല ജില്ലകളിലും, തിരുവനന്തപുരം പോലുള്ള ജില്ലകളിലൊക്കെ ഇത് പലപ്പോഴും 120 രൂപ വരെ എത്തിയ സിറ്റുവേഷൻസ് വരെ ഉണ്ട്. അതായത് നമ്മൾ പണി ചെയ്യുന്നു, പണിയുടെ കാശ് മറ്റൊരാൾ കൊണ്ടുപോകുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ക്ലിനിക്കുകൾക്ക് ലാഭം വേണ്ടേ, ഹോസ്പിറ്റൽ ലാഭം? ഒബ്വിയസ്ലി അത് വേണം. നമ്മളിപ്പോൾ ഡോക്ടേഴ്സ് അസോസിയേഷൻസ് എല്ലാം, ജൂനിയർ ഡോക്ടേഴ്സ് അസോസിയേഷൻ എല്ലാം ആവശ്യപ്പെടുന്നത് ഈ 600 രൂപയും നമുക്ക് വേണം എന്നല്ല പറയുന്നത്. നമ്മുടെ ഒരു സാലറി ഒരു മിനിമം ഒരു 250 എന്നുള്ളത് ഒരു 350 ആകണം. ബിക്കോസ് 250 എന്ന് പറയുന്ന ഒരു ഫീസ് വർഷങ്ങളായിട്ട് അങ്ങനെ ഫിക്സ് ചെയ്തിരിക്കുക. നമുക്കറിയാം നാട്ടിൽ പണപ്പെരുപ്പമുണ്ട്, ആ സാധനങ്ങൾക്ക് വില കൂടുന്നുണ്ട്. സോ അതിനനുസരിച്ച് ഈ സാലറിയിൽ ഹൈക്ക് ഉണ്ടാവുന്നില്ല. സോ അതുകൊണ്ട് തന്നെ 250 എന്നുള്ളത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഫീസ് ഇപ്പോൾ ഒരു 350, മിനിമം 350 അല്ലെങ്കിൽ മാക്സിമം 400 എന്നുള്ള രീതിയിലെങ്കിലും അവർലി ഫിക്സ് ചെയ്യണം എന്നുള്ള ആവശ്യമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. പലപ്പോഴും പല ആൾക്കാരും കരുതുന്നത് MBBS കഴിഞ്ഞിറങ്ങുന്ന ഡോക്ടേഴ്സ് ഭയങ്കരമായിട്ട് ലാവിഷായിട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് എന്താ പറയുക അവർ ഏൺ ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിൽ. ആക്ച്വലി അത് തെറ്റാണ്. ഇങ്ങനെയുള്ളൊരു ഇന്നർ സിനാരി ഇവിടെ നടക്കുന്നത് പല ആൾക്കാർക്കും അറിയില്ല. ഇതിനെപ്പറ്റിയാണ് ആക്ച്വലി IMA ഡോക്ടേഴ്സിൻ്റെ ഇടയ്ക്ക് ഒരു സ്റ്റഡി നടത്തിയതും അവരുടെ സാലറി ഹൈക്ക് ചെയ്യണമെന്ന് പറഞ്ഞത്. സോ പല ആൾക്കാരും കരുതുന്നത് ഇവിടെ ഡോക്ടേഴ്സ് MBBS ഡോക്ടേഴ്സ് ഇവിടെ 1 ലക്ഷം രൂപ സാലറി മേടിക്കുന്ന ആൾക്കാരൊന്നും ഇല്ല. അതേപോലെ തന്നെ ഞങ്ങൾ ഈ ഒരു മിനിമം വേതനം ആവശ്യപ്പെടുമ്പോൾ അത് നിങ്ങളെ ഒരു രീതിയിലും ബില്ലിൽ അത് കൊടുത്തൊന്നുമില്ല. ബിക്കോസ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഓൾറെഡി മേടിക്കുന്ന പൈസ ഞങ്ങൾക്ക് കിട്ടുന്നില്ല. കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പേരിൽ മേടിക്കുന്ന പൈസ ഞങ്ങൾക്ക് കിട്ടാത്തത് ഞങ്ങളിലേക്ക് എത്തണമെന്ന് മാത്രമേ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതും പൂർണ്ണമായിട്ട് എത്തണമെന്ന് ആവശ്യപ്പെടുന്നില്ല. അതിൻ്റെ ഒരു പകുതിയെങ്കിലും ഞങ്ങൾക്ക് എത്തണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ IMA നടത്തിയ പഠനം ഹോസ്പിറ്റൽസ് എത്രത്തോളം കാര്യമായിട്ട് കാണുന്നുള്ളതൊക്കെ സംശയമാണ്. പക്ഷേ ഞങ്ങൾ ഡോക്ടേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഇതിന് ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. സോ അതനുസരിച്ച് മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹം.